ഹായ് ഹലോ ഫ്രണ്ട്സ്, ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദൃശ്യം വ്ലോഗിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു 5 ഐഡിയാസുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളത് ഡെയിലി ലൈഫിൽ ഫോഴ്സ്ഫുള്ളി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ അടുത്ത കാലത്തായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 5 ഐഡിയാസുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. ഈ 5 ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ അന്താരാഷ്ട്ര ഐഡിയാസ് ഒന്നും അല്ല കേട്ടോ ഗൈസ്. കാരണം നമുക്ക് ഓരോ ആളുകൾക്കും എപ്പോഴും എന്തായിരിക്കും ആഗ്രഹം, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമുണ്ടാവും അല്ലേ. അതായത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമ്മൾ വളരെ റിലാക്സ് ആയി, കാം ആൻഡ് ക്വയറ്റ് ആയി, അല്ലെങ്കിൽ സ്ട്രെസ് ഒന്നുമില്ലാതെ വളരെ ഒരു പീസ്ഫുൾ ആയിട്ട് ഓരോ ദിവസം കടന്നു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു ഡേ ലൈഫ് നമുക്ക് എന്നും കിട്ടുകയാണെങ്കിലോ നല്ല രസമാവും അല്ലേ. അതായത് നമ്മുടെ ലൈഫിന് ഒരുപാട് ചേഞ്ച് ഉണ്ടാവും, നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സുകൾ ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഒരു കാര്യം നടക്കില്ല. നമ്മൾ എന്താഗ്രഹിച്ചിട്ടും കാര്യമില്ല, നമുക്ക് ആ അച്ചീവ്മെൻറ്റിലേക്കൊന്നും എത്താൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിരുന്നുകൊണ്ട് നമ്മുടെ ലൈഫിനെ നല്ല രസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. അതായത് അത് പറയുന്നത് ഒരു ജാപ്പാനീസ് ടെക്നിക്കാണ്. അതായത് റെയ്ക്കി ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പാനീസ് ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് റെയ്ക്കി ഹീലിംഗ് എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഇങ്ങനെ പോയപ്പോൾ അതിൽ പറയുന്ന ഈ റെയ്ക്കി ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൂടെ പോയാൽ മാത്രമാണ് നമുക്ക് ഈ റെയ്ക്കി ഹീലിംഗ് ടെക്നിക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ല രസമുണ്ടല്ലോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാം, നമുക്ക് പലർക്കും സിമ്പിളാണെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനത് എഴുതി വെച്ചു. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്കത് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഞാനത് എഴുതി വെച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഒരു 5 കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് വ്യൂവേഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലാത്തൊരു ചാനലാണെങ്കിലും ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ വന്നിട്ട് ഒരു വീഡിയോസുകളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പലരും എന്നെ കളിയാക്കാറുണ്ട്. ഓക്കെ, പക്ഷെ അതൊക്കെ ശരിയാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഒന്ന് ചെയ്യണമെന്ന്. അങ്ങനെ കിട്ടിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഗ്രാജ്വലി എന്താവും, അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താ നോക്കൂട്ടാ, നമ്മൾ എല്ലാവരോടും എല്ലാറ്റിനോടും നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നമ്മളെന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് നിങ്ങൾ എണീക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എണീക്കാനല്ലേ. അപ്പം നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക, അതൊരു ശീലമാക്കുക. ആ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. കണ്ണടച്ച് ആ ഒരു നല്ല ദിവസത്തിലേക്ക് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റിയതിന് ദൈവത്തിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഒരുപാട് പോസിറ്റീവ്സായ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വിശ്വസിച്ചുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ മാത്രമല്ല, പിന്നെ അന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്താലും ആ ആളുകളോടൊക്കെ നിങ്ങൾക്ക് എന്ത് നന്മ കിട്ടിയാലും അവരോടൊക്കെ താങ്ക്സ് പറയാൻ തയ്യാറാവുക, എല്ലാറ്റിനോടും. അതായത് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അന്നത്തെ ദിവസം സംഭവിച്ചേക്കാം അല്ലേ. എന്താണ് ഉണ്ടാവുന്നതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ എപ്പോഴും ഒരു എന്താ പറയുക, എല്ലാതും തരുന്ന ദൈവത്തിനോട്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു എനർജീനോട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ അല്ലേ വേൾഡിലെ. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നമ്മളെ തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു താങ്ക്ഫുൾ ആയിരിക്കാം. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാത്തിനോടും എല്ലാവരോടും എന്തായിരിക്കണം, താങ്ക്ഫുൾ, നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ചെറിയ കാര്യങ്ങൾ അന്നത്തെ ദിവസം ആരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഹെൽപ്പ് കിട്ടിയാലും വലിയ ഹെൽപ്പ് കിട്ടിയാലും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രസൻസ് കൊണ്ട് നമുക്ക് ഒരു സന്തോഷം കിട്ടിയാലും, എന്തുതന്നെയായാലും നമ്മൾ അവരോട് താങ്ക്സ് പറയുക. ആരോടും താങ്ക്സ് പറയാൻ ഒരു മടിയും വേണ്ട. എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരാളുടെ അച്ചീവ്മെൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയുണ്ട് കേട്ടോ,
നിങ്ങൾ ഭയങ്കര സംഭവമാണ് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷവും അവർക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ആ പോസിറ്റീവ് വൈബ് നമ്മൾക്കും കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ, നമ്മളെല്ലാവരോടും എല്ലാറ്റിനോടും നന്ദിയുള്ള ആളുകളായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത്. കാരണം എല്ലാ ദിവസത്തേക്കും ഇങ്ങനെ ആവാമെന്ന് പറഞ്ഞാൽ നമുക്കത് പോസിബിൾ അല്ല. നമ്മളെപ്പോഴും മൈക്രോ ഹാബിറ്റ്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഹാബിറ്റ്സുകളെ മൈക്രോസ് ആക്കിയിട്ട് മാറ്റിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമ്മൾക്ക് അത് നമ്മുടെ ഹാബിറ്റ്സ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ രാവിലെ എണീറ്റ് ഇനി ഞാൻ എന്നും 5 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ ഞാൻ ഇനി എന്നും 4 മണിക്ക് എണീക്കും എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഒരു 1 വീക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും 8 മണി വരെ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ഇന്നത്തെ ദിവസം നാളെ രാവിലെ എണീക്കുക, ചാടി എണീക്കണ്ട, കുറച്ചു നേരം ബെഡിലിരുന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് വരുന്ന പോസിറ്റീവ്സ് ആയ കാര്യങ്ങൾക്ക് എല്ലാവരോടും ഒക്കെ നമ്മളിങ്ങനെ മനസ്സിൽ, അവരോടൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിൽ നന്ദി വിചാരിക്കാം. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, ഇന്നത്തെ ദിവസം ഞാൻ ആരോടും ദേഷ്യപ്പെട്ടില്ല എന്ന് തീരുമാനിക്കുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ദേഷ്യം ഇരച്ച് കയറുന്നുണ്ടാവും കേട്ടോ പല കാര്യങ്ങൾ. രാവിലെ എണീറ്റ് കാല് താഴോട്ട് വെക്കുമ്പോൾ മുതൽ നമുക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല. ദേഷ്യം പിടിക്കാതെ അപ്പം മനസ്സിലാലോചിക്കുക, ഞാൻ എൻ്റെ ലൈഫ് ചേഞ്ചിങ് ചാലഞ്ചിൽ ഏർപ്പെട്ടേക്കാണ്. അപ്പം ഇന്ന് നാളെ വേണമെങ്കിൽ ദേഷ്യപ്പെടാൻ അവസരമുണ്ട്, ഇന്ന് ഞാൻ ആരുടെ ദേഷ്യപ്പെടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. വിശ്വസിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ദേഷ്യപ്പെടാതിരിക്കുക. ദേഷ്യപ്പെടാനുള്ള ഒരുപാട് മൊമെന്റ്സ് രാത്രി കിടന്നുറങ്ങണ വരെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പം സെക്കൻഡ് പോയിന്റ് ആയി. ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ഇന്നത്തേക്ക് ആരോടും എല്ലാത്തിനോടും നന്ദിയുള്ള ആൾക്കാരായിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ആയി. തേർഡ് പോയിന്റ്, ഞാൻ ഒന്നിലും ഉത്കണ്ഠപ്പെടില്ല ഇന്ന്. അതായത് എനിക്ക് എന്ത് കാര്യം കേട്ടാലും കണ്ടാലും ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആവില്ല എന്നാലോചിക്കാം. ഈ എക്സൈറ്റ്മെന്റ് അഥവാ ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളെ മൊത്തത്തിൽ നമുക്ക് ഡേഞ്ചർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മളുടെ ഹോർമോൺസുകളെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളൊരു കാര്യം കണ്ട അമ്മേ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ടെൻഷനും പ്രോബ്ലംസും, അത് മൊത്തത്തിൽ നമ്മളുടെ ദിവസം കൊളാക്കി തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആലോചിക്കുക, ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനിലൂടെ പോയാലും ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആവില്ല. അങ്ങനെ ആലോചിക്കുക. ആ സിറ്റുവേഷൻ നമ്മൾ എന്തായാലും അതിനെ ഫേസ് ചെയ്യണം. ഫേസ് ചെയ്താലും ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചില്ലെങ്കിലും ആ സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. നമ്മളോട് തന്നെ പറയും, കാമാവൂ, ക്വയറ്റ് ആവൂ, പീസ്ഫുൾ ആവൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ കടമകളും ചുമതലകളും എല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യും എന്ന് അങ്ങോട്ട് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ട്, ഓരോരുത്തർക്കും ഓരോരോ ഡിഫറെൻറ്റ് ടാസ്കുകളായിരിക്കും ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും അല്ലേ. ഹൗസ് വൈഫിനാണെങ്കിൽ ഒരെണ്ണമായിരിക്കും, അതുപോലെ അവിടുത്തെ ഗൃഹനായകനാണെങ്കിൽ വേറെ ഒരെണ്ണമായിരിക്കും, കുട്ടികൾക്കാണെങ്കിൽ ഒരെണ്ണമായിരിക്കും, ഗ്രാൻഡ് പാരൻസിനാണെങ്കിൽ വേറെ ഒരെണ്ണമായിരിക്കും. അങ്ങനെ ഓരോരുത്തരും, അതായത് അത് ഓരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അവരവർക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരുടെ കർത്തവ്യങ്ങളും കടമകളൊക്കെ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ കറക്റ്റായിട്ട് ചെയ്യും എന്നങ്ങോട്ട് ആലോചിക്കാം. എന്നിട്ട് പറ്റുന്നത്ര മാക്സിമം നമ്മുടെ 100% കൊടുക്കുക. പുറത്തുനിന്നുള്ള നോക്കുന്ന ആളുകൾക്ക് അത് 100% ആയിട്ടൊന്നും തോന്നിയില്ലെങ്കിലും നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, റെഡി അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് വൺ, എല്ലാവരോടും എല്ലാത്തിനോടും നമ്മൾ നന്ദിയുള്ള ആളായിരിക്കും. സെക്കൻഡ് വൺ, ഞാൻ ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല. തേർഡ് വൺ, ഞാൻ വല്ലാണ്ട് എക്സൈറ്റഡ് ആവില്ല, ഞാൻ വളരെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നുകൊണ്ടായിരിക്കും ഇന്നത്തെ ദിവസം പോവുക. പിന്നെയോ ഫോർത്ത് വൺ, ഞാൻ ഇന്ന് എൻ്റെ എല്ലാ കടമകളും കർത്തവ്യങ്ങളൊക്കെ വളരെ കൃത്യമായി വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്ന് ആലോചിക്കാം. ഇനി ഒരെണ്ണം കൂടി ഇട്ടാ, ഞാൻ ഇന്ന് എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെയൊന്നുമില്ല, നമ്മൾ എല്ലാത്തിനോടും ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക അല്ലേ. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടുക അല്ലേ. അപ്പോൾ ആർക്കും റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തരാത്ത ആളുകളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഇതിപ്പോൾ ചെറുതായാലും വലുതായാലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് അവർ നമുക്ക് തിരിച്ചും തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യം ചെയ്യാം. അവർ തരാതിരിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ദിവസം ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും എന്നാലോചിക്കുക. ഈ 5 കാര്യങ്ങൾ വളരെ സിമ്പിളായ കാര്യമാണ് അല്ലേ? രാവിലെ എണീറ്റിട്ട് എല്ലാത്തിനോട് നമുക്ക് കിട്ടുന്ന എല്ലാ നന്മകൾക്കും താങ്ക്സ് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെയോ ദേഷ്യപ്പെടാതിരിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പലരെ സംബന്ധിച്ചും. BP ഒക്കെ കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ച് പറയാൻ വേണ്ട. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുക അല്ലേ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ വല്ലാണ്ട് എക്സൈറ്റഡ് ആവാതെ, അത് ചില ആളുകളുടെ നേച്ചറായിരിക്കും. പക്ഷെ അത് നിങ്ങൾ കുറച്ച് ഫോഴ്സ്ഫുള്ളി അതിങ്ങനെ കുറച്ച് കൊണ്ടുവരിക. പിന്നെയോ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ എല്ലാവരെയും നമ്മുടെ കർത്തവ്യങ്ങളും കടമകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുക. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല, അതൊക്കെ നമ്മൾ എന്തായാലും ചെയ്യണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക. നമുക്ക് ഒരു 21 ഡേയ്സ്, ഇപ്പം എല്ലാ യോഗയും എന്ത് സാധനമാണെങ്കിലും എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യൂ, 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യൂ എന്നല്ലേ. അപ്പോൾ നമുക്കൊന്ന് 21 ഡേയ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 21 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, വളരെ വലിയ മാറ്റം ഉണ്ടാവും. കാരണം ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ടാവും. അത് നിങ്ങൾ അപ്പിയറൻസ് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഓവറോൾ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി റെഡി ആവുക. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.